ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ വിവിധ കാലഘട്ടങ്ങളിലായി പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരേ വേദിയിൽ വീണ്ടും ഒന്നിച്ചുകൂട്ടി സൗഹൃദക്കൂട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള മഹാസംഗമം. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സംഗമം പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാനും സഹപാഠികളുമായി അധ്യാപകരുമായും വീണ്ടും കൂടിച്ചേരാനുമുള്ള വേദിയായി. കോളേജിലെ വിരമിച്ച മലയാളം വിഭാഗം മേധാവി പ്രൊഫസർ കെ ശശികുമാർ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതൻ ശ്രീ KP പിഷാരടി സാറിനോട്, നാരായണ പിഷാരടി സാറിനോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എങ്ങനെ ഒരു പ്രസംഗം തുടങ്ങും? പ്രൈമറി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ മാന്യ സഹോദര നമസ്കാരം എന്ന് ആരംഭിക്കും. അപ്പം അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു. ആ വാക്യം ഈ സൗഹൃദ കൂട്ടിൽ ഒരു മുട്ടയായി നിക്ഷേപിച്ചുകൊണ്ട് കുറച്ചു നേരം മാത്രം ഈ വൃദ്ധസ്വരം കേൾക്കാൻ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അഭിഭൂയിഷ്ടമായ സദസ്സിന് നമസ്കാരം. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അതുകൊണ്ട് നേരെ പ്രസംഗത്തിലേക്ക് കിടക്കാം. ഇവിടെ എല്ലാവർക്കും അർത്ഥം മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ഷൺമുഖദാസനും സനലിനും ബൈജുവിനും കന്മദം ബീനയും ഒക്കെ ഇതിന്റെ അർത്ഥം മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് അഭിഭൂയിഷ്ടമായ സദസ്സിന് നീത പ്രണാമം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിനിപ്പുറം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സൗഹൃദ ബന്ധങ്ങളുടെ അടിത്തറയാണെന്നും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ സാമൂഹിക പ്രതിബദ്ധതയോടെയും സ്ഥാപനത്തിന്റെ വികസനത്തിനായും പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സൗഹൃദക്കൂട് പ്രസിഡന്റ് പി ബൈജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജ് ജീവിതത്തിലെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു. കാലങ്ങൾക്കുശേഷം സഹപാഠികളെ വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ഇത്തരം സംഗമങ്ങൾ തുടർന്നും സംഘടിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മുരളീധരൻ, ജോയിന്റ് ട്രഷറർ ബൈജു ബാലൻ, വി സനൽകുമാർ, VM ഷൺമുഖദാസ് എന്നിവർ സംസാരിച്ചു. നൂർ മുഹമ്മദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സൗഹൃദക്കൂട് സെക്രട്ടറി അജിത പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ട്രഷറർ സുവി കെ സനിൽ നന്ദി രേഖപ്പെടുത്തി. ഔപചാരിക സമ്മേളനത്തിനു ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനങ്ങളും കലാപരിപാടികളും സൗഹൃദ സംഗമത്തിന് കൂടുതൽ മിഴിവേകി. പഴയ ഓർമ്മകൾ പുതുക്കിയും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിച്ചും ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം ശ്രദ്ധേയമായി. UTV ന്യൂസ്, പാലക്കാട്.